എല്ലാ കൂട്ടുകാർക്കായിട്ടും പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് RE 440 ഡീസലാട്ടോ നോക്കി എടുക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. നമ്മൾ കടയ്ക്കൽ ഭാഗത്തോട്ടാണ് പോകുന്നത്. ഓക്കെ, അവിടെ ചെന്നു വണ്ടി കണ്ടു. വണ്ടി ബോഡി ക്വാളിറ്റി ഓക്കെ ആയിരുന്നു, പക്ഷേ എൻജിൻ സൈഡ് നോയ്സ്, അതുപോലെ തന്നെ ഹൗസിങ് സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു വില പറഞ്ഞു, അതൊക്കെ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ് ഉണ്ടായത്. വണ്ടിയാണ് റീടെസ്റ്റിന് റിന്യൂവലിന് 3 മാസത്തോളം ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ ന്യൂ ഇൻഷുറൻസ് എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ റേറ്റ് പറഞ്ഞു, പക്ഷേ അത് ഓക്കെ ആയില്ല. നമ്മളവിടെ നിന്ന് ഇറങ്ങി. എത്രയല്ല ഓയിൽ മാറണേ? എത്രയല്ല മാറണേ? ഓയിൽ ഇപ്പം ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം മാറാറായി കിടക്കുക. ഇപ്പം എടുത്തേ ഉള്ളൂ വണ്ടി? അല്ലല്ല, മാറാറായി കിടക്കുക. ഓയിൽ മാറാറായി. ഫ്ലെയർ വല്ലതും ഉണ്ടോ ഏട്ടാ? പിന്നെ നമ്മൾ കടയ്ക്കൽ ഭാഗത്ത് നിന്ന് നേരെ അഞ്ചലിലോട്ട് വെച്ച് പിടിച്ചു. അവിടെ ഒന്ന് രണ്ടല്ല, ഒരു 3-4 നമ്മൾ ഷോപ്പുകളെല്ലാം കയറി ഇറങ്ങി. അതിൽ നമ്മൾ അഫോർഡബിളായിട്ടും ഒരു നല്ല വണ്ടി കിട്ടിയത് നമുക്ക് ദേവി മോട്ടോഴ്സ് എന്നൊരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ആട്ടോ. 2011 ലാസ്റ്റ് മോഡൽ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് 10 മാസത്തോളം റിന്യൂവലിന് സമയമൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം ചേസ് നമ്പരും എഞ്ചിൻ നമ്പരും ഒത്തു നോക്കി. അതിനുശേഷം നമ്മുടെ എഞ്ചിൻ കണ്ടീഷൻ നോക്കി. എഞ്ചിനൊക്കെ ഓക്കെയാണ്. റീസെൻ്റ്ലി പണിത എഞ്ചിനാണ്. ഹൗസിങ് സൗണ്ടൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്. നമ്മൾ ചേസ് നമ്പരും കാര്യങ്ങളൊക്കെ ഒത്തു നോക്കി. അതിനുശേഷം വണ്ടിയിൽ പണികളെന്ന് പറയാനായിട്ട് ഫ്രണ്ട് ചെറുതായിട്ടൊരു വിഷയമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നും കണ്ടില്ല. മൈന്യൂട്ടായിട്ടുള്ള ഓയിൽ ലീക്കൽ വരുന്നത് നമ്മൾ ലോങ് വാടി പോകുന്നത്. നമ്മളിപ്പം നിൽക്കുന്ന അഞ്ചലാണ്. ഇവിടെ നമുക്കൊരു ഏകദേശം 50 കിലോമീറ്ററോളം ഉണ്ട് വീട്ടിലേക്ക് പോത്തങ്കോട്ടോട്ട് പോകാൻ. അപ്പം അറിയാൻ കഴിയും. വലിയ ഓയിൽ ലീക്കൊന്നും കാണത്തില്ല. എന്തായാലും ചെറുതായിട്ടെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. പിന്നെ ലെഫ്റ്റ് സൈഡിലൊരു ആക്സിൽ ബൂട്ട് കീറി കിടപ്പുണ്ട്. പിന്നെ അങ്ങനെ അല്ലറ പണികൾ മാത്രമേ ഉള്ളൂ. പാച്ച് വർക്കായിട്ട് ഫ്രണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു സൈഡ് അത് അത്യാവശ്യമില്ല. നമ്മൾ ടെസ്റ്റ് സമയത്ത് നമ്മൾ റെഡി ആക്കി കൊടുത്തത്. ഇപ്പം മിക്കവാറും പ്ലാറ്റ്ഫോം മാറേണ്ടി വരും. ഇത് നമുക്ക് അവിടെ പാർട്ട്ണർമാരായിട്ടാണ്, പാർട്ണർഷിപ്പിലാണ് ഈ ദേവി മോട്ടോഴ്സ് നടത്തുന്നത്. അവിടെ തീർച്ചയായിട്ടും നമുക്ക് താക്കോൽ തരുന്ന ഒരു ചടങ്ങാണ്. അപ്പം ഇതിൻ്റെ കസ്റ്റമറിൻ്റെ ഒരു നിർബന്ധം ഞാൻ തന്നെ കേസ് കൊടുത്ത് ഞാൻ തന്നെ താക്കോൽ വാങ്ങണമെന്നും